ബ്രൂവറിയാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിനകത്ത് CPI ഒരു വഴി കൂടെ പോകുന്നു, CPMൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പിണറായിയുടെ മുമ്പിൽ CPI നിഷ്പ്രഭമായി നിൽക്കുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ മുമ്പ് നടന്ന ഒരു ജനകീയ സമരം ഓർമ്മ വരുന്നുണ്ട്, പ്ലാച്ചിമട. ഇത് രണ്ടും കൂടി ബന്ധപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും ബന്ധപ്പെടുത്താൻ പറ്റും. കാരണം രണ്ടും ജലസ്രോതസ്സുകൾ ഉപയോഗിക്കുന്ന സാധനം. ഞാൻ ഭൂഗർഭജലം എന്ന് പറയുന്നില്ല, പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബിനോയ് വിഷയത്തിൻ്റെ നേരെ കണ്ണുരുട്ടി ഭൂഗർഭജലം എന്ന് പറഞ്ഞുകൊണ്ട്. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. CPIക്കാരെല്ലാം പൊതുവെ പരിസ്ഥിതിവാദികളാണ്. ഭൂ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രകോപിപ്പിക്കേണ്ട അദ്ദേഹത്തെ. ഇവിടെ വിജയനാഥൻ, ഞാനൊരു സത്യം പറയാം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ മുമ്പിൽ അപ്പോൾ അദ്ദേഹം നേരിട്ട് കാണാൻ പോകും. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എങ്ങനെയായിരിക്കും അത്രയുള്ളൂ ബിനോയ് വിശ്വം പിണറായിയുടെ മുമ്പ്. ഇന്നലെ പുള്ളി പോയി ഭൂപരിഷ്കരണവും അങ്ങനെ താത്വികവാദവുമായിട്ട് പോയതാണ് പിണറായി ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പ്ലാച്ചിമട പുള്ളി വിചാരിച്ചത് ഈ സ്ഥലത്തിൻ്റെ എന്തുകൊണ്ടല്ലോ ബ്രൂവറിയുടെ സ്ഥലം എലപ്പുള്ളി. അതെ, എലപ്പുള്ളിയിലെ ഈ ബ്രൂവറി പ്ലാന്റ് തൻ്റെ ഈ തടസ്സവാദങ്ങൾക്ക് മുമ്പിൽ മുഖ്യമന്ത്രി ഉപേക്ഷിക്കും എന്നാണ് വിചാരിച്ചത്. പ്രത്യേകിച്ച് നടക്കുന്ന സ്ഥലം, ഇടതുമുന്നണി യോഗം നടക്കുന്ന സ്ഥലം MN സ്മാരക മന്ദിരമാണല്ലോ. അവിടെ ഇങ്ങനെ EMS നമ്പൂതിരിപ്പാട്, AKG, MN ഗോവിന്ദൻ നായർ ഇങ്ങനെയൊക്കെയുള്ളവരുടെ പടങ്ങളുമൊക്കെ ഇരിക്കുക. അപ്പോൾ ഇടതുപക്ഷ ആശയങ്ങളുടെ ഒരു ആദർശശാലിയായ യുവാവ് എന്നുള്ള നിലയിൽ വായാടി വിപ്ലവത്തിൻ്റെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു, സഖാവേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ ഭൂപരിഷ്കരണമൊക്കെ നടപ്പാക്കിയവരാണ്, ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം, ജനങ്ങൾ നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ ചെന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഭൂഗർഭജലമല്ല ഉപയോഗിക്കുക അവിടെ. അപ്പോൾ ഉടനെ ബിനോയ് വിശ്വം, നമ്മുടെ ഭൂപരിഷ്കരണ ബില്ല് നമ്മളാണ് അപ്പോൾ കണ്ടിട്ട് ഞാൻ എന്താ ഭൂഗർഭജല ഉപയോഗിച്ച് പിന്നെയും ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. കണ്ണൊന്ന് മുഴപ്പിച്ചതേ ഉള്ളൂ. പിന്നെ ബിനോയ് വിശ്വം ഈ ഒരു നാഴിക വരെ മിണ്ടിയിട്ടില്ല, മൗനമാണ്. ഇതുപോലെ തന്നെയായിരുന്നു കാനൻ രാജേന്ദ്രനും അത് ഇടതുപക്ഷ സ്വഭാവം, ട്രേഡ് യൂണിയൻ സ്വഭാവം. ആദ്യം ഒന്നും വരട്ടി, അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് അതേ അറിയാവൂ, ഭരണത്തിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നത്തെ തവണ എന്തോ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പിണറായി ഇതുപോലെ കണ്ണൊന്ന് മുഴപ്പിച്ച് കാണിച്ചു. പിന്നെ കാനം രാജേന്ദ്രൻ പിന്നെ ജന്മത്തെ ഇടതുമുന്നണിക്ക് ഇതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു വാക്കുപോലും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഇനി ബിനോയ് വിശ്വം. ഇടതുപക്ഷ സ്വഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നജീവിയായിട്ട് ഇരിക്കുകയാണ് ആ മനുഷ്യൻ. ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വരും, ഇന്ത്യയിൽ ദേശീയ ജനാധിപത്യ വിപ്ലവം വരും. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനകീയ ജനാധിപത്യം ഉപേക്ഷിച്ച് CPIയോടങ്ങ് ചേർന്ന് രണ്ടും കൂടി ചേർന്ന് ഒന്നായിക്കൊണ്ട് ഇന്ത്യ അങ്ങോട്ടങ്ങ് ഭരിക്കും. അങ്ങനെ ബാലറ്റിലൂടെ ജയിച്ചു വന്ന് ഇന്ത്യയെ അങ്ങ് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ലെനിനിസ്റ്റ്, മാവോയിസ്റ്റ് രാജ്യമാക്കി അങ്ങ് മാറ്റി. അങ്ങനെ എല്ലാവരും നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കളിയെ എന്ന് പറയുന്ന പോലെ സമത്വത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക സുസ്ഥിരമായ സമഷ്ടി മൊത്തം ഒരു സ്വന്തം സ്വത്വത്തിൽ തന്നെ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും, സമത്വം കൈവരും എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ച് വശമായിരിക്കുക. ഇനിയിപ്പോൾ മുതലാളിത്തത്തിൻ്റെ പാതയിലൂടെ അല്ലാതെ വികസനം സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ചൈന, അതുപോലെ റഷ്യ, ഈ രാജ്യങ്ങളെല്ലാം ആ പന്ഥാവ് പിന്തുടരുമ്പോഴാണ്, ക്യൂബ മാത്രമാണ് അപവാദം, ഈ പന്ഥാവ് പിന്തുടരുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോർത്ത് കൊറിയ ആവാം കേരളമെന്നെങ്കിലും ഈ സഖാവ് വിശ്വസിക്കുന്നുണ്ടാകും. പക്ഷേ കണ്ണൊന്നുരുട്ടിയതോടുകൂടി പിണറായി ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അതിലൊന്നും വിശ്വാസമില്ല. കമ്മ്യൂണിസം കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. അതാണ് അദ്ദേഹം വേറെ മാർഗ്ഗങ്ങളൊക്കെ നോക്കുന്നത്, CMR മാർഗ്ഗങ്ങളും അതുപോലെ തന്നെ ജലചൂഷണവും ഒക്കെ നോക്കുന്നത്. എങ്ങനെയെങ്കിലും കുറച്ച് തൊഴിലുകൾ നാട്ടിലുണ്ടാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ അടുത്ത തവണയും കൂടെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് പിണറായി മാറിക്കഴിഞ്ഞു. കമ്മ്യൂണിസത്തിൽ നിന്നും അതിൻ്റെ പാതയിൽ നിന്നും അദ്ദേഹം വ്യതിചലിച്ച് കഴിഞ്ഞു, ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇദ്ദേഹം എപ്പോഴും ആ പഴയ വിപ്ലവം നമുക്ക് ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കും. റഷ്യയിൽ പോയപ്പോൾ കണ്ട റഷ്യ അതാണ് ഇപ്പോഴത്തെ റഷ്യ എന്നൊക്കെ ധരിച്ച് വശായി റിപ്പ് വാൻ വിങ്കലിനെ പോലെ ഭൂതകാലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം.
അപ്പോൾ അവിടെയാണ് വ്യത്യാസം. എന്തായാലും ഈ പ്ലാച്ചിമട കണ്ണൊന്നു കിട്ടിയതോടുകൂടി CPIയുടെ എല്ലാ ബിനോയ് വിശ്വത്തിൻ്റെ എല്ലാ വിപ്ലവ വീര്യങ്ങളും അപ്പാടെ ചോർന്നങ്ങ് പോയി. ഇപ്പോൾ ഏത് പറഞ്ഞാലും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അനുസരിക്കുന്ന ഒരു കുഞ്ഞാടായിട്ട് അദ്ദേഹം മാറി. ആമേൻ എന്ന് പറഞ്ഞ് തൊഴുകയാണ് ഇപ്പോൾ പിണറായി പറയുന്നത്. പക്ഷേ ഈ പ്ലാച്ചിമടയിൽ ഇത് കേരളത്തിലെ ഈ വലിയൊരു സമാനതകളില്ലാത്ത ഒരു വലിയ അവകാശ സമരങ്ങളിൽ വരുന്ന ഒരു ഒന്നല്ലായിരുന്നു. ഇല്ല, അന്ന് എനിക്ക് തോന്നുന്നു അന്ന് അത് ജനിപ്പിച്ച ഒരു ആവേശമുണ്ട് പെപ്സി കോളയ്ക്കെതിരെ ആയതുകൊണ്ട്. അതുപോലൊരു ആവേശമൊന്നും ഈ ഒയാസിസിനെതിരെ വരാൻ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഒരു അണ്ടർടേക്കിങ് മുഖ്യമന്ത്രി തന്നെ നൽകിയിട്ടുള്ളത് ജലചൂഷണമില്ല. മറ്റേത് അങ്ങനല്ലല്ലോ പ്രശ്നം, സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായതാണല്ലോ. ഒരു വീട്ടമ്മയാണ് ആദ്യം ചൂണ്ടിക്കാണിച്ചത് അവരെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. പാൽ അതിനകത്ത് പിരിയുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ അതുപോലെ തന്നെ തുണി കഴുകാൻ ചെല്ലുമ്പോൾ ആ തുണിയിൽ സോപ്പ് അലിയാതെ വരുന്നു. അങ്ങനെ അതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു കഴിഞ്ഞു. കെമിക്കലി ദ കോമ്പോസിഷൻ ഓഫ് വാട്ടർ ഹാസ് ബീൻ ചേഞ്ച്ഡ് ദർ. അങ്ങനൊരു പ്രശ്നം അവരുടെ മകനെ ചൂണ്ടിക്കാണിക്കുകയും ആ മകൻ പോയി മറ്റുള്ളവരോട് പറയുകയും അങ്ങനെ ആ നാടാകെ അറിയുകയും ചെയ്യും. പിന്നെയാണ് മൈലമ്മയൊക്കെ രംഗത്തേക്ക്. മൈലമ്മയെ നമ്മൾ വിളിച്ചിരുന്നല്ലോ സംവാദത്തിൽ, അവർ വന്ന് കാര്യങ്ങൾ തുറന്നു പറയും. മൈലമ്മ പിന്നാണ് വരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ആഗോള പരിസ്ഥിതി പ്രവർത്തനം മേധാ പട്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ രംഗത്തേക്ക്. പിന്നെ അത് ജയിക്കുമെന്നായപ്പോഴാണ് MP വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ അതിനെ അങ്ങ് ഹൈജാക്ക് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല പബ്ലിസിറ്റി കൊടുക്കാൻ ഇത് വളരെ പര്യാപ്തമായി. നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ പേര്, തിരുവനന്തപുരത്ത് നിന്ന് തന്നെ എത്രയോ പേര് അവിടെ പോയി സമരം നടത്തി. അത് പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കൂടാണ് കുറേ പേര് പോയത്. എന്തായാലും അത് വിജയിച്ചു. അത് അവിടെ വിജയിച്ചെങ്കിലും പെപ്സിക്കോള ഇല്ലാതായോ? ഇല്ല. പല സ്ഥലത്തു നിന്നും അത് ചൂഷണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാബു പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്ത്യ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇങ്ങനെയുള്ള സ്ഥാപനമാണത്. അതൊന്നും ഇല്ലാതാവാൻ പോകുന്നില്ല. കൊക്കോക്കോളയും ഇല്ലാതാവാൻ പോകുന്നില്ല. ഞാനീ പറഞ്ഞ വേറെ ഞാൻ പോയിട്ടുണ്ട് ഈ തോംസൺ ഫൗണ്ടേഷൻ്റെ ഒരു ട്രെയിനിങ്ങിന്, മനോരമ അയക്കുമെന്ന് പറഞ്ഞിട്ട്. അവരവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കൊക്കോക്കോളയെക്കുറിച്ചാണ്. അതിൻ്റെ ആസ്തി ബാധ്യതകളെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ആദ്യം. അപ്പോൾ നോക്കിക്കോണം ആ മുതലാളിത്ത ചങ്ങാത്തം എത്രമാത്രം ഉണ്ടെന്ന്. അതാണ് ജേർണലിസം എന്നാണ് അവർ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇന്ത്യൻ ജേർണലിസവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള ഒരു ജേർണലിസത്തിൻ്റെ കോഴ്സാണ് എനിക്ക് കിട്ടിയത്. എന്നെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അതുപോട്ടെ, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല രാഷ്ട്രീയത്തിനല്ല ഇവിടെ പ്രാധാന്യം, മുതലാളിത്തത്തിനാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്നൊരു സ്ഥിതിയിലേക്കാണിപ്പോൾ കേരളവും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സമ്പദ് വ്യവസ്ഥയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും എങ്കിൽ തന്നെ ഇനി പറ്റുമോ എന്നുള്ള സംശയമായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് കുറച്ചുകൂടെ പ്രായോഗിക മതിയായിട്ടുള്ള പിണറായി വിജയൻ ഇതിന് അനുവാദം കൊടുത്തേ പറ്റൂ എന്ന് കണക്കാക്കുന്നത്. അല്ലാതെ കമ്മീഷൻ എന്തെങ്കിലും കിട്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് വെറുതെ പറയാം, തെളിവുകളില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ വ്യവസായം ഏതെങ്കിലും വന്ന് കിട്ടിയത് ഇതേ ഉള്ളൂ, ശരി ഇതെങ്കിലും ഇത്. പക്ഷേ ഇവിടെ പറയേണ്ട ഒരു കാര്യവും ജലചൂഷണം ചെയ്യുന്നില്ല. തൽക്കാലം തുടക്കത്തിൽ അവർ ചെയ്യില്ല. പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജലവിഭവ വകുപ്പ് റോഷി അഗസ്റ്റിനാണ് അതിൻ്റെ ആൾ കൊടുക്കും എന്നാണ്. റോഷി അഗസ്റ്റിന് ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ MD പറഞ്ഞിരിക്കുന്നത് ഞങ്ങളങ്ങനൊരു കരാർ ഏർപ്പെടുത്തിയിട്ടില്ല, ഞങ്ങളങ്ങനൊരു വാക്കും കൊടുത്തിട്ടില്ലെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ ഇവരെല്ലാം റോഷി അഗസ്റ്റിനും ജലവകുപ്പ് MD എല്ലാം കേട്ടേ പറ്റൂ. അപ്പോൾ അവരും കൊടുക്കും. ബിനോയ് വിശ്വം കേട്ടതുപോലെ തന്നെ കേൾക്കേണ്ടി വരും. അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന മലമ്പുഴയിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മലമ്പുഴയിൽ നിന്നുള്ളത് കുടിവെള്ളമല്ലെങ്കിലും അത് കൃഷിക്കുള്ള വെള്ളമാണ്. അപ്പോൾ ഏക്കർ കണക്കിന് പാടങ്ങൾ അവിടെ നശിക്കാനിടയുണ്ട്. കൃഷി അവിടെ നശിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതിന് പകരം എന്തെങ്കിലും ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു പ്ലാന്റ്, ജലത്തിൽ അധിഷ്ഠിതമായ പ്ലാന്റ് നമ്മുടെ കേരളത്തിലെ വരൾച്ചയുടെയും വറുതിയുടെയും ഏറ്റവും ഉത്തുംഗ ശൃംഖമായിട്ടുള്ള പാലക്കാട്ട് തന്നെ വയ്ക്കണം, വേറെ ഏതെങ്കിലും സ്ഥലത്തിൽ വെച്ചുകൂടായിരുന്നു. അതുപോലെ വിജയനാഥൻ, ഞാൻ ഒന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ, കേരളത്തിൻ്റെ തന്നെ ജലവിഭവ വകുപ്പ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് തന്നെ ആസൂത്രണം ചെയ്ത ഒരു കുപ്പിവെള്ളം ഉണ്ടായിരുന്നു, ഹില്ലി അക്വ. നല്ല ഒന്നാം തരം വെള്ളം. മറ്റുള്ളതൊക്കെ 15 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഇത് 10 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് റേഷൻ കടകളിൽ ഇപ്പോഴും ലഭ്യമാണ്. കേരളത്തിൽ മറ്റെങ്ങും ഈ ചൂടുകാലത്ത് പോലും ഈ ഹില്ലി അക്വ വിതരണം ചെയ്യുന്നില്ല. അത് വിജയകരമായിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഒന്നത്. രണ്ടാമത്, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട അരി നമ്മളിപ്പോൾ 50 രൂപയ്ക്ക് കൂടുതൽ വിലയ്ക്കാണല്ലോ വാങ്ങിക്കുന്നത്.
30 രൂപയ്ക്ക് സി ദിവാകരൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന സമയത്ത് ശബരി അരി ചാക്കിൽ നല്ല ഒന്നാന്തരം അരി, ഇപ്പോൾ ഈ 60 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന അരിയേക്കാളും നല്ല ഒന്നാന്തരം അരി ഗവൺമെൻറ് സപ്ലൈ ചെയ്തിരുന്നു. ശബരി സ്റ്റോഴ്സ് ഉണ്ടായിരുന്നല്ലോ അന്ന്, എല്ലാ സാധനങ്ങളും കിട്ടുന്നു. അതുവഴി എന്തുകൊണ്ട് അത് നിർത്തി? നിങ്ങൾക്ക് എന്തുകൊണ്ട് അത്തരം മാർക്കറ്റിംഗ് നടത്താൻ പറ്റുന്നില്ല? എത്ര നല്ല കാര്യമായിരുന്നു. ഈ 10 രൂപയ്ക്ക് വെള്ളം കിട്ടുന്നത് നിസ്സാര കാര്യമാണ്. 15 രൂപയ്ക്ക് ശുദ്ധമാണോ എന്നറിയാത്ത വെള്ളമാണ് നമ്മൾ വാങ്ങി കുടിക്കുന്നത്. അതേസമയം ഹില്ലിയൊക്കെ എത്ര നല്ല വെള്ളമാണത്, ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത വെള്ളം. മധ്യ കേരളത്തിലെ ഒറ്റ റേഷൻ കടയിലും അതിപ്പോൾ വിതരണം ചെയ്യുന്നില്ല. ഇവിടെയുണ്ട്, ഇവിടെ ചുറ്റും തിരുവനന്തപുരം നഗരത്തിന് ചുറ്റുമുണ്ട്. ഈ ചൂട് കാലത്ത് അതൊക്കെ അങ്ങോട്ട് അതിൻ്റെയൊക്കെ മാർക്കറ്റിംഗ് കൂട്ടി നമ്മുടെ ആ GDP നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതല്ലേ? അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാതെ ഈ പ്രൈവറ്റുകാരെ മാത്രം അങ്ങനെ താങ്ങണമെന്നില്ല. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ആകുമ്പോൾ പബ്ലിക്കായിട്ടുള്ള, അതായത് പൊതുഭരണവകുപ്പല്ല, പൊതുമേഖലയിലുള്ള ഈ വ്യവസായങ്ങളെയും കൂടി പുഷ്ടിപ്പെടുത്താനും മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു നെഹ്റുവിനിയൻ രീതിയിലെങ്കിലുമുള്ള സോഷ്യലിസത്തിൻ്റെ പാതയിലേക്ക് നിങ്ങൾക്ക് ഒന്ന് പോയാൽ അത് ജനങ്ങൾക്കും നാടിനും നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രൈവറ്റിൽ മാത്രം കേന്ദ്രീകരിക്കണമെന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.